ജെറീക്കോ പ്രാർത്ഥന. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജെറീക്കോ പ്രാർത്ഥന സാത്താനിക ശക്തികളിൽ നിന്നും സംരക്ഷണം കിട്ടാനും ഒരു പടി കൂടി കടന്ന് പൈശാചിക ശക്തികളെ കീഴടക്കാനും വേണ്ടിയുള്ളതാണ്. ദുഷ്ടാരൂപികൾക്കെതിരായുള്ള ഈ യുദ്ധത്തിൽ ആക്രമണവും പ്രതിരോധവും ഒന്നിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ആരും ഈ പ്രാർത്ഥനയെ നിസ്സാരമായി കാണരുത്. ജെറീക്കോ കീഴടക്കാനായി ഇസ്രായേൽക്കാർ പോയത് തനിച്ചായിരുന്നില്ല. അവർക്ക് മുൻപേ കർത്താവിൻ്റെ വാഗ്ദാന പേടകം യാത്ര ചെയ്തിരുന്നു. വാഗ്ദാന പേടകത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കറിയാം. 10 പ്രമാണങ്ങൾ എഴുതിയ കൽപ്പലകയും അഹ്റോന്റെ തളിർത്ത വടിയും മന്നയും ആയിരുന്നു അവ. ജെറീക്കോ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരാളാവും തങ്ങളുടെ തന്നെ സംരക്ഷണത്തിനായി പ്രാർത്ഥനാ ദിവസങ്ങളിൽ പ്രസാദവരത്തിലായിരിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേണം. സ്വർഗീയ മന്നയാകുന്ന പരിശുദ്ധ കുർബാന സ്വീകരിച്ച് അഹ്റോന്റെ തളിർത്ത വടി പ്രതിദാനം ചെയ്യുന്ന സഭാധികാരത്തോട് വിധേയപ്പെട്ട് 10 കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്കാണ് ജെറീക്കോ പ്രാർത്ഥന നടത്തേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. 1. ജെറീക്കോ പ്രാർത്ഥന ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ സമൂഹമായി ചൊല്ലുന്നതാണ് കൂടുതൽ ഫലപ്രദം. ജെറീക്കോ പ്രാർത്ഥനയിൽ ആരെയും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കരുത്. ജെറീക്കോ പ്രാർത്ഥനയുടെ മഹത്തായ ശക്തി മനസ്സിലാക്കി വേണം അതിൽ പങ്കെടുക്കുവാനും നടത്തുവാനും. സമൂഹമായാണെങ്കിൽ 7 ദിവസവും ഒറ്റയ്ക്കാണെങ്കിൽ 21 ദിവസവും ചൊല്ലുന്നതാണ് നല്ലത്. അവസാനത്തെ ദിവസം 7 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലണം. പ്രസാദപരാവസ്ഥയിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കണം. പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇരുന്ന് ചെല്ലരുത്. പ്രാരംഭ പ്രാർത്ഥനകൾ നിന്നുകൊണ്ടോ മുട്ടുകുത്തിയോ ചെല്ലണം. ജപമാലയോ 33 വിശ്വാസ പ്രമാണമോ സംരക്ഷണം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഭവനത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ ചുറ്റും നടന്നുകൊണ്ട് വേണം ചൊല്ലാൻ. ബൈബിൾ, കത്തിച്ച മെഴുകുതിരി, കുരിശുരൂപം, ഹന്നാൻ വെള്ളം എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഹന്നാൻ വെള്ളം ചുറ്റും തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. പ്രാർത്ഥന തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വന്ന് മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥനയിലാണ് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത്. ആമുഖം: 40 വർഷം നീണ്ടുനിന്ന ഒരു മഹായാത്രയുടെ അവസാന പാദമായിരുന്നു ജെറീക്കോ പട്ടണം കീഴടക്കൽ. അതിനിടയിൽ ഒരു തലമുറ മുഴുവൻ മണ്ണടിഞ്ഞു പോയിരുന്നു. ഈജിപ്തിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര സാധാരണഗതിയിൽ 40 ദിവസം കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു. എന്നാൽ ദൈവം തീരുമാനിച്ചത് മറ്റൊരു വിധത്തിലായിരുന്നു. എളുപ്പമുള്ള വഴിയിലൂടെ പോകാതെ വളഞ്ഞ വഴി പോകാനാണ് ദൈവം അവരോട് കൽപ്പിച്ചത്. ഗിൽഗാലിൽ താമസിച്ച ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവരുടെ അടുത്ത ലക്ഷ്യം ജെറീക്കോ ആയിരുന്നു. കോട്ടകളാൽ സുരക്ഷിതമാക്കപ്പെട്ടിരുന്ന ജെറീക്കോ ലോകത്തിലെ തന്നെ അതിപുരാതന നഗരങ്ങളിലൊന്നാണ്. 10,000 വർഷത്തെ ചരിത്രമുള്ള ഈ നഗരം സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയാണ്. അതായത് 258 മീറ്ററോളം സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള നഗരം. വാഗ്ദത്ത ദേശം കൈവശപ്പെടുത്തുന്ന പ്രക്രിയയിൽ ഇസ്രായേൽക്കാർ ഏറ്റവും ആദ്യം പിടിച്ചെടുത്ത നഗരം ജെറീക്കോ ആയിരുന്നു. 1994 ഓസ്ലോ കരാർ അനുസരിച്ച് ഇസ്രായേൽ പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറിയ ഏറ്റവും ആദ്യത്തെ പട്ടണവും ജെറീക്കോ ആയിരുന്നു എന്നത് ചരിത്രത്തിന്റെ യാദൃച്ഛികതയാണ്. യഹോവയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കാൻ ഇസ്രായേൽക്കാർ പ്രയോഗിച്ച പദ്ധതി ശുദ്ധ മണ്ടത്തരമായിരുന്നു എന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിയേക്കാം. ആയുധധാരികൾക്ക് പിറകെ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് 7 പുരോഹിതന്മാർ നടക്കണം. അവർക്ക് പിറകിലായി വാഗ്ദാന പേടകം വഹിക്കുന്നവർ. അതിനും പിറകിൽ ഇസ്രായേൽ ജനം മുഴുവനും. ഒന്നല്ല, തുടർച്ചയായി 6 ദിവസം നടക്കണമായിരുന്നു. 7-ാം ദിവസം ഒന്നല്ല 7 തവണ പട്ടണം വലയം വയ്ക്കണം. തങ്ങളുടെ നഗരത്തിനു ചുറ്റും ഒരു പേടകവും പിടിച്ച് കാഹളവും ഊതിക്കൊണ്ട് എല്ലാ ദിവസവും നടക്കുന്ന ഇസ്രായേൽക്കാർ ഭ്രാന്തന്മാരാണെന്ന് ഒരുപക്ഷെ ജെറീക്കോ നിവാസികൾക്ക് അന്ന് തോന്നിയിട്ടുണ്ടാകാം. സത്യത്തിൽ അത് ഇസ്രായേൽക്കാരുടെ പദ്ധതിയായിരുന്നില്ല. അവരുടെ സർവ്വസൈന്യാധിപന്റെ, അതായത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ തന്നെ പ്രവൃത്തിയായിരുന്നു. എങ്ങനെയാണ് ജെറീക്കോ വീണത്? അത് സ്വർഗത്തിൽ നിന്നുള്ള സഹായം കൊണ്ടായിരുന്നു എന്നതിൽ സംശയമില്ല. എന്നിരുന്നാലും അവർക്ക് ആ സഹായം കിട്ടിയത് എങ്ങനെയായിരുന്നു എന്ന് നാം ചിന്തിക്കണം. അവർ ദൈവത്തിന്റെ കൽപ്പന അതേപടി അനുസരിച്ചു എന്നതാണ് പ്രധാന കാരണം. പിന്നിട്ട 4 ദശാബ്ദങ്ങളിൽ ഇസ്രായേൽക്കാരുടെ മുഖമുദ്രയായിരുന്ന മറുതലിപ്പ് അവർ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വിനീതരും അനുസരണയുള്ളവരുമായി മാറി. എന്നിട്ടും എന്തുകൊണ്ടാണ് ദൈവം അവരെ വീണ്ടും 7 ദിവസം കൂടി ശോധന ചെയ്തതിനു ശേഷം മാത്രം
ജെറീക്കോയിലേക്ക് പ്രവേശിപ്പിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചത്. അതൊരു രഹസ്യമാണ്. സാത്താനെതിരായുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു പ്രാർത്ഥനയുടെ അടിസ്ഥാനവും ഈ രഹസ്യമാണ്. ജെറീക്കോ പ്രാർത്ഥന 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. 7 ദിവസം വാഗ്ദാന പേടകവുമായി നഗരത്തിന് ചുറ്റും വലയം വെച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ തങ്ങളുടെ ശത്രുവിനെ കീഴടക്കിയതുപോലെ നമ്മുടെ നിത്യശത്രുവായ സാത്താനും അവന്റെ പിണിയാളുകൾക്കുമെതിരായുള്ള പോരാട്ടത്തിൽ വിജയം വരിക്കാൻ ജെറീക്കോ പ്രാർത്ഥന നമ്മെയും സഹായിക്കും. നമ്മൾ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും ബന്ധനത്തിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ വസ്തുവകളുടെയോ സ്ഥലത്തിൻ്റെയോ മേൽ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനമുണ്ടെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന തീർച്ചയായും ചൊല്ലണം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ജീവിതം ദുരിതപൂർണമാകുന്നുവെങ്കിൽ, എവിടെയോ എന്തോ തകരാറുണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ജെറീക്കോ പ്രാർത്ഥനയെ ആശ്രയിക്കുക. എല്ലാ വഴികളും അടയുകയും മനുഷ്യപ്രയത്നത്താൽ നമ്മുടെ പ്രയത്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് ബോധ്യം വരികയും ചെയ്യുന്നുവെങ്കിൽ ജെറീക്കോ പ്രാർത്ഥനയിലേക്ക് തിരിയുക. ജെറീക്കോ പ്രാർത്ഥനയുടെ ഫലങ്ങൾ നമ്മെ അതിശയിപ്പിക്കും. നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ചുരുങ്ങിയ സമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. കർത്താവായ യേശു തന്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തന്റെ പ്രത്യാഗമനത്തിന്റെ പ്രഭാപൂരത്താൽ അവനെ നാമാവിശേഷമാക്കുകയും ചെയ്യും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദോഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ, അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ. സങ്കീർത്തനങ്ങൾ 68-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുവാൻ കരുണാപൂർവം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശുദ്ധിയോടും ശുദ്ധ മനസ്സാക്ഷിയോടും കൂടി നിർവഹിക്കുവാൻ പ്രകാശവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സങ്കീർത്തനം. ദൈവത്തിൽ പരിപൂർണമായ വിശ്വാസവും ആശ്രയവും അർപ്പിച്ചാൽ അവിടുന്ന് നമുക്ക് കരുത്തും കരുതലും നൽകും. എല്ലാ ദോഷങ്ങളിലും രോഗങ്ങളിലും അപകടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. നമുക്ക് 91-ാം സങ്കീർത്തനം ആലപിച്ച് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്നു പറയും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്നു നിന്നെ മറച്ചു
വഹിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്കു കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടു തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു. അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവനെന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്നു നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ദീർഘായുസ്സു നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനു കാണിച്ചു കൊടുക്കും. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം. ജെറീക്കോയുടെ പതനം.
ഇസ്രായേലിനെ പ്രതി ജെറിക്കോ അടച്ച് ഭദ്രമാക്കിയിരുന്നു. ആരും പുറത്തേക്ക് പോയില്ല, ആരും പ്രവേശിച്ചതുമില്ല. കർത്താവ് ജോഷുവയോട് അരുളി ചെയ്തു, നോക്കൂ, ഞാൻ ജെറിക്കോയെയും അതിൻ്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. നിങ്ങൾ യോദ്ധാക്കളെല്ലാവരും പട്ടണം വളഞ്ഞ് ഒരു തവണ പട്ടണം വലം വയ്ക്കണം. അപ്രകാരം 6 ദിവസം ചെയ്യണം. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പിൻ്റെ 7 കാഹളങ്ങൾ പേടകത്തിന് മുമ്പിൽ വഹിക്കണം. 7-ാം ദിവസം നിങ്ങൾ 7 പ്രാവശ്യം പട്ടണം ചുറ്റണം. പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും വേണം. മുട്ടാടിൻ്റെ കൊമ്പ് ഊതുമ്പോൾ കാഹളനാദം നിങ്ങൾ കേൾക്കുമ്പോൾ ജനമെല്ലാം വലിയ അട്ടഹാസം മുഴക്കണം. അപ്പോൾ പട്ടണമതിൽ തൽസ്ഥാനത്ത് നിമ്പതിക്കും. ജനം ഒന്നിച്ച് നേരെ ഇരച്ചു കയറണം. നൂനിൻ്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, ഉടമ്പടി പേടകം സംവഹിക്കുവിൻ. 7 പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ ആട്ടിൻകൊമ്പിൻ്റെ 7 കാഹളങ്ങൾ വഹിക്കട്ടെ. അവൻ ജനത്തോട് പറഞ്ഞു, പട്ടണം വലം വെച്ച് മുന്നേറുവിൻ. സജ്ജരായ ഗണം കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ മുന്നേറട്ടെ. ജോഷുവ ജനത്തോട് അത് പറഞ്ഞുകൊണ്ടിരിക്കെ കർത്തൃസന്നിധിയിൽ ആട്ടിൻകൊമ്പിൻ്റെ കാഹളങ്ങൾ സംവഹിക്കുന്ന 7 പുരോഹിതന്മാർ മുന്നേറി. അവർ കാഹളങ്ങൾ മുഴക്കി. കർത്താവിൻ്റെ ഉടമ്പടി പേടകം അവർക്ക് പിന്നാലെ സഞ്ചരിച്ചിരുന്നു. കാഹളങ്ങൾ മുഴക്കുന്ന പുരോഹിതന്മാരുടെ മുമ്പിലായി സജ്ജരായ ഗണം നടന്നിരുന്നു. കാഹളങ്ങൾ മുഴങ്ങുന്നത് തുടരുമ്പോൾ പേടകത്തിന് പിന്നിലായി പിന്നണി ഗണവും നടന്നിരുന്നു. ജോഷുവ ജനത്തെ ഇപ്രകാരം അനുശാസിച്ചു, നിങ്ങൾ അട്ടഹസിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ദിവസം വരെ നിങ്ങൾ അട്ടഹസിക്കരുത്. നിങ്ങളുടെ സ്വരം കേൾപ്പിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുകയുമരുത്. പിന്നെ നിങ്ങൾ അട്ടഹസിക്കണം. അങ്ങനെ കർത്താവിൻ്റെ പേടകം പട്ടണത്തിന് 1-ാം പ്രാവശ്യം പ്രദക്ഷിണമായി വലം വെച്ചു. പിന്നെ അവർ അണിയണിയായി വന്ന് പാളയത്തിൽ രാത്രി കഴിച്ചു. രാവിലെ ജോഷുവ നേരത്തെ ഉണർന്നു. പുരോഹിതന്മാർ കർത്താവിൻ്റെ പേടകം സംവഹിച്ചു. ആട്ടിൻകൊമ്പിൻ്റെ 7 കാഹളങ്ങൾ വഹിക്കുന്ന 7 പുരോഹിതന്മാർ കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിൻ്റെ പേടകത്തിന് മുമ്പേ നടന്നിരുന്നു. അവർക്ക് മുമ്പിലായി സജ്ജരായ ഗണം നടന്നിരുന്നു. കാഹളങ്ങൾ തുടർച്ചയായി മുഴങ്ങുമ്പോൾ കർത്തൃപേടകത്തിന് പിന്നിലായി പിന്നണി ഗണവും നടന്നിരുന്നു. അങ്ങനെ 2-ാം ദിവസവും ഒരു തവണ അവർ പട്ടണത്തിന് വലം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. 6 ദിവസം അവർ ഇപ്രകാരം ചെയ്തു. 7-ാം ദിവസം ഉഷസ് വരെ അവർ നേരത്തെ ഉണർന്ന് നഗരത്തെ 7 തവണ വലം വെച്ച് ഈ വിധി പ്രകാരമാണ്. അന്ന് മാത്രമേ അവർ പട്ടണത്തെ 7 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു, അട്ടഹസിക്കുവിൻ. തീർച്ചയായും കർത്താവ് പട്ടണം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് ഉന്മൂലനാചാര വിധേയമാകണം. വേശ്യയായ റാഹാബ് മാത്രം, അവളും അവളോടൊപ്പം കുടുംബത്തിലുള്ളവരും ജീവിച്ചു കൊള്ളട്ടെ. നമ്മൾ അയച്ച ദൂതന്മാരെ അവളാണല്ലോ ഒളിപ്പിച്ചത്. നിങ്ങൾ നിഷിദ്ധരാകാതിരിക്കാനും നിഷിദ്ധ വസ്തുവിൽ നിന്ന് എടുക്കാതിരിക്കാനും ഇസ്രായേൽ പാളയത്തെ നിഷിദ്ധ വസ്തുവാക്കി കുഴപ്പത്തിലാക്കാതിരിക്കാനും നിഷിദ്ധ വസ്തു സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രത പുലർത്തണം. എന്നാൽ വെള്ളി, സ്വർണം എന്നിവ മുഴുവനും പിച്ചള, ഇരുമ്പ് ഉപകരണങ്ങളും കർത്താവിന് വിശുദ്ധ വസ്തുവാണ്. അത് കർത്താവിൻ്റെ നിധിശേഖരത്തിലെത്തണം. അവർ കാഹളങ്ങൾ മുഴക്കിയപ്പോൾ ജനം ആർപ്പു വിളിച്ചു. കാഹളധ്വനി കേട്ടപ്പോൾ ജനം വലിയ അട്ടഹാസം മുഴക്കി. മതിൽ തറ പറ്റി. ജനം ഒന്നിച്ച് പട്ടണത്തിലേക്ക് നേരെ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു. പട്ടണത്തിലുള്ള സമസ്തവും അബാലവൃദ്ധം സ്ത്രീ പുരുഷന്മാരെയും ആടുമാട് കഴുതകളെയും അവർ വാളിൻ്റെ വായ്ത്തലയാൽ ഉന്മൂലനാചാര വിധേയമാക്കി. ദേശമുറ്റു നോക്കിയ 2 ആളുകളോടും ജോഷു പറഞ്ഞു, നിങ്ങൾ ആ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവളോട് ശപഥം ചെയ്തിരുന്നത് പോലെ ആ സ്ത്രീയെയും അവൾക്കുള്ളതൊക്കെയും അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരും. ആ യുവചാരന്മാർ പോയി റാഹാബിനെയും അവളുടെ മാതാപിതാക്കന്മാരെയും സഹോദരരെയും അവൾക്കുള്ളതൊക്കെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ കുടുംബങ്ങളെയെല്ലാം അവർ പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് വെളിയിൽ താമസിപ്പിച്ചു. എന്നിട്ട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി. വെള്ളി, സ്വർണം എന്നിവയും പിച്ചള, ഇരുമ്പ് ഉപകരണങ്ങളും മാത്രം അവർ കർത്തൃഭവനത്തിൻ്റെ നിധിശേഖരത്തിൽ നിക്ഷേപിച്ചു. ജെറിക്കോ ഉറ്റുനോക്കുന്നതിന് ജോഷുവ അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതുകൊണ്ട് വേശ്യയായ റാഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള എല്ലാവരെയും ജോഷുവ ജീവിക്കാൻ അനുവദിച്ചു. അവൾ ഇന്നുവരെ ഇസ്രായേൽക്കാർക്കിടയിൽ താമസിക്കുന്നു. അക്കാലത്ത് ജോഷുവ ഇപ്രകാരം ശബ്ദം ചെയ്തു,
ജെറീക്കോ എന്ന ഈ പട്ടണം മുൻകൈയെടുത്ത് പണിയുന്നവൻ കർത്തൃ സമക്ഷം ശബ്ദൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുന്നത് തൻ്റെ ആദ്യജാതനെ കൊണ്ടും അതിൻ്റെ വാതിലുകൾ ഉറപ്പിക്കുന്നത് അന്ത്യജാതനെ കൊണ്ടുമായിരിക്കും. കർത്താവ് ജോഷുവയോട് കൂടി ഉണ്ടായിരുന്നു. നാടാകെ അവനെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു. അപ്പസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് കീർത്തനം പാടുകയായിരുന്നു. തടവുകാർ അവരെ ശ്രവിച്ചു. പെട്ടെന്ന് വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. ഉടൻ എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും വിലങ്ങുകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് അവൻ വാളൂരി സ്വയം ഹത്യയ്ക്കൊരുങ്ങി. പൗലോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ സ്വയം ഹനിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് കുതിച്ചു. അവൻ വിറവുകൊണ്ട് പൗലോസിൻ്റെയും സീലാസിൻ്റെയും മുമ്പിൽ താണു വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷിക്കപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അവർ അവനെയും അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. രാത്രിയുടെ ആ യാമത്തിൽ തന്നെ അവൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബത്തിലുള്ള എല്ലാവരും സ്നാനപ്പെടുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബം മുഴുവനും ആനന്ദിച്ചു. പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മക്കളോട് കരുണ കാണിക്കണമേ. എന്നിലോ എൻ്റെ മാതാപിതാക്കളിലോ ജീവിത പങ്കാളിയിലോ മക്കളിലോ കൊച്ചുമക്കളിലോ ബന്ധുമിത്രാദികളിലോ സഹോദരി സഹോദരന്മാരിലോ ഈ ഭവനത്തിലോ ഈ സ്ഥലത്തോ വസിക്കുന്ന മറ്റു മക്കളിലോ ഈ ഭവനമിരിക്കുന്ന പുരയിടത്തിൻ്റെ അതിർത്തിക്കുള്ളിലോ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ ശക്തികൾ, അന്ധകാര ശക്തികൾ, സാത്താൻ്റെ സൈന്യങ്ങളുടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തികളെ യേശുനാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ നിർവീര്യമാക്കി തരുവാറാകണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും
പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ
തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും
തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും,
സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും
പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ
ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുരിശിൽ മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത്
പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എന്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് കുശിതറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത്
സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ളതാവായ ദൈവത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാനും വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവന്റെ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കുന്നതുമായ എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃച്ഛികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെയും ഈ വസ്തുവകകളെയും മനുഷ്യരെയും സംരക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മിഖായേൽ മാലാഹയോടുള്ള പ്രാർത്ഥന. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണാധികാരികളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരതകളിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചടക്കി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ.